കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 11 ചൊവ്വാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സർക്കാർ സേവനങ്ങളെല്ലാം ലഭ്യമാക്കുന്ന ആപ്പ് പുറത്തിറക്കി ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം. ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെൻറ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് ആപ്പ് പുറത്തിറക്കിയത്. CPR, പാസ്പോർട്ട് തുടങ്ങി 41 സർക്കാർ സേവനങ്ങളാണ് മൈഗവ് എന്ന ആപ്പിലൂടെ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുക. കീ 2.0 സുരക്ഷയുള്ള ആപ്പ് ഡിജിറ്റൽ സേവനങ്ങൾക്ക് മികച്ച മാർഗമായി മാറുമെന്നാണ് വിലയിരുത്തുന്നത്. IGAF എക്സിക്യൂട്ടീവ് മുഹമ്മദ് അൽ ഗായിദിൻ്റെ സാന്നിധ്യത്തിൽ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയാണ് മൈഗവ് അനാച്ഛാദനം ചെയ്തത്. വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ജുമുഅ, പാർപ്പിട നഗരാസൂത്രണ കാര്യമന്ത്രി ആമിന ബിൻത്ത് അഹമ്മദ് അൽ റുമൈഹി, ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻത്ത് അൽ സയ്യിദ് ജവാദ് ഹസൻ, എണ്ണ പരിസ്ഥിതി മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ ദൈന എന്നിവരും സന്നിഹിതരായിരുന്നു. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരവും ഡിജിറ്റൽ സംവിധാനങ്ങളിൽ ഉപയോക്താക്കളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനും സർക്കാർ പ്രക്രിയകൾ സുഗമമാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗവുമായാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയതെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. മികച്ച സുരക്ഷാ സംവിധാനങ്ങളോടെ നിർമ്മിച്ച ആപ്പ് ഒരു സമയം ഒരു ഫോണിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂമെന്നും ഇത് ഹാക്കർമാരിൽ നിന്ന് ഉപയോക്താക്കളെ സുരക്ഷിതമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ പിഴകളിൽ ഇളവ് നൽകുന്ന നിയമ ഭേദഗതിക്ക് ശൂറ കൗൺസിലിൻ്റെ അംഗീകാരം. നേരത്തെ പാർലമെൻറ്റ് അംഗീകരിച്ച നിർദ്ദേശം പിന്നീട് ശൂറ കൗൺസിലിൻ്റെ തുടർ അനുമതികൾക്കായി നൽകിയിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ശൂറ കൗൺസിൽ യോഗത്തിൽ നിർദ്ദേശം ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. കൗൺസിൽ യോഗത്തിൽ നിയമകാര്യമന്ത്രി, ആക്ടിംഗ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ചെയർമാൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പുതിയ ഭേദഗതി പ്രകാരം തൊഴിൽ ചട്ടങ്ങൾ ലംഘിച്ച പ്രവാസി തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികളിൽ പിഴയിൽ ഇളവ് വരുത്തും. മാത്രമല്ല, ജയിൽ ശിക്ഷ ഒഴിവാക്കുകയും ചെയ്യും. കാലാവധി കഴിഞ്ഞ വർക്ക് പെർമിറ്റോ മറ്റ് കമ്പനികളുടെ പെർമിറ്റോ ഉള്ള തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് 1000 ദിനാറാണ് നിലവിൽ പിഴ. ഇത് 500 ദിനാറായി കുറയ്ക്കും. ലംഘനം ആവർത്തിച്ചാൽ അത് ഇരട്ടിയാക്കും. അറിയിപ്പ് ലഭിച്ച് 14 ദിവസത്തിനുള്ളിൽ കമ്പനി ലംഘനം തീർപ്പാക്കുകയാണെങ്കിൽ ഈ കുറഞ്ഞ പിഴയുടെ ആനുകൂല്യം ലഭിക്കും. വിസ കാലാവധി കഴിഞ്ഞ തൊഴിലാളികളിൽ നിന്ന് ഈടാക്കുന്ന പിഴയിലും കുറവ് വരുത്തി. നേരത്തെ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആദ്യ ദിവസം മുതൽ 1000 ദിനാറായിരുന്നു പിഴ. പുതിയ ഭേദഗതി പ്രകാരം വർക്ക് പെർമിറ്റ് കാലഹരണപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ ലംഘനം കണ്ടെത്തിയാൽ 100 ദിനാറായിരിക്കും പിഴ. പെർമിറ്റ് കാലഹരണപ്പെട്ട് 10നും 20നും ഇടയിൽ ലംഘനം കണ്ടെത്തിയാൽ പിഴ 200 ആകും. പെർമിറ്റ് കാലഹരണപ്പെട്ട് 20നും 30നും ഇടയിൽ ലംഘനം കണ്ടെത്തിയാൽ പിഴ 300 ദിനാർ. കുറ്റം ആവർത്തിച്ചാൽ പിഴ 1000 ആകും. അറിയിപ്പ് ലഭിച്ച് 14 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നിശ്ചിത തുക അടച്ച് ലംഘനങ്ങൾ പരിഹരിക്കാം. സെറ്റിൽമെൻറ്റ് തുക പൂർണ്ണമായി അടച്ചാൽ ക്രിമിനൽ കുറ്റങ്ങൾ ഒഴിവാക്കുമെന്നും നിയമം വ്യക്തമാക്കുന്നു. ഫെബ്രുവരി 2 മുതൽ 8 വരെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ബഹ്റിനിൽ നടത്തിയ പരിശോധനയിൽ നിയമം ലംഘിച്ച 30 തൊഴിലാളികളെ പിടികൂടുകയും നേരത്തെ പിടിയിലായ 124 പേരെ നാടുകടത്തുകയും ചെയ്തു. ഈ ആഴ്ച 1137 പരിശോധനകളാണ് LMRA നടത്തിയത്. പരിശോധനയിലുടനീളം പലയിടത്തും താമസ നിയമലംഘനങ്ങൾ കാണപ്പെട്ടതായും നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും LMRA പറഞ്ഞു. രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ സർക്കാർ തലത്തിൽ അന്വേഷണങ്ങളും പരിശോധനകളും തുടരുമെന്ന് അതോറിറ്റി അറിയിച്ചു. കഴിഞ്ഞ വർഷം മാത്രം 6601 പരിശോധനകൾ നടത്തിയതിൽ നിന്ന് പിടികൂടിയ 7620 പേരെയാണ് ബഹ്റിനിൽ നിന്ന് നാടുകടത്തിയിരുന്നത്. അരീന ഓഫ് ചാമ്പ്യൻസ് എന്ന പേരിൽ ന്യൂ ഹൊറിസോൺ സ്കൂൾ വാർഷിക സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. സിഞ്ചിലെ അഹ്ലി ക്ലബ്ബിൽ വെച്ചായിരുന്നു മീറ്റ് നടന്നത്. മാർച്ച് പരേഡോടെ ആരംഭിച്ച പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ വന്ദന സതീഷ് സ്വാഗതം പറഞ്ഞു. മുഖ്യാതിഥി മുൻ ഇന്ത്യൻ ആർമി സ്പെഷ്യൽ ഫോഴ്സ് അംഗമായ മേജർ പ്രിൻസ് ജോസിൻ്റെ പ്രസംഗം വിദ്യാർത്ഥികളിൽ പ്രചോദനമേകി. സ്കൂൾ ചെയർമാൻ ജോയ് മാത്യൂസ് സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണം നടത്തി. രക്ഷിതാക്കളുടെ കമ്പവലി മത്സരം, ബോൾ ബാലൻസിംഗ് മത്സരം എന്നിവയും ഉണ്ടായിരുന്നു. ഗ്രൂപ്പുകളായി മത്സരിച്ച മേളയിൽ പോയിന്റ് അടിസ്ഥാനത്തിൽ 2024-2025 അധ്യയന വർഷത്തെ ചാമ്പ്യന്മാരായി റൂബി ഹൗസിനെ തെരഞ്ഞെടുത്തു. കൊല്ലം പ്രവാസി അസോസിയേഷൻ സൽമാനിയ ഏരിയയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി എക്സാം ഫോബിയ അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. പ്രവാസി ഗൈഡഡ് സെൻറ്റർ ചെയർമാനും സീനിയർ കൗൺസിലറുമായ ഡോക്ടർ ജോൺ പനക്കൽ വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടിയും ഉത്കണ്ഠയും മാറാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ക്ലാസ് എടുത്തു.
KPA സൽമാനിയ ഏരിയ പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഏരിയ സെക്രട്ടറി GB ജോൺ വർഗീസ് സ്വാഗതം പറഞ്ഞു. KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KPA ചിൽഡ്രൻസ് വിംഗ് കൺവീനർ നിസാർ കൊല്ലം, ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ, ട്രഷറർ മനോജ് ജമാൽ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കോയിവിള മുഹമ്മദ് കുഞ്ഞി, അനിൽകുമാർ, രജീഷ് പട്ടായി എന്നിവർ ആശംസകൾ നേർന്ന ചടങ്ങിൽ സൽമാനിയ ഏരിയ ട്രഷറർ സന്തോഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ICF സൽമാബാദ് റീജിയണൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. തലയുയർത്തി നിൽക്കാം എന്ന ശീർഷകത്തിൽ നടന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന് ശേഷം വാർഷിക കൗൺസിൽ ഉമർ ഹാജി ചേലക്കരയുടെ അധ്യക്ഷതയിൽ ICF നാഷണൽ എഡ്യൂക്കേഷൻ സെക്രട്ടറി റഫീഖ് ലത്തീഫി വരവൂർ ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹീം സഖാഫി വരവൂർ പ്രസിഡന്റ്, അബ്ദുള്ള രണ്ടത്താണി ജനറൽ സെക്രട്ടറി, അഷ്റഫ് കോട്ടക്കൽ ഫിനാൻസ് സെക്രട്ടറി എന്നിവരാണ് സൽമാബാദ് റീജിയണൽ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ. സൽമാബാദ് സുന്നി സെന്ററിൽ നടന്ന വാർഷിക കൗൺസിലിൽ ഫൈസൽ ചെറുവണ്ണൂർ വാർഷിക പ്രവർത്തന റിപ്പോർട്ടും അഷ്റഫ് കോട്ടക്കൽ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ICF നാഷണൽ വെൽഫെയർ പ്രസിഡന്റ് സിയാദ് വളപട്ടണം പുനഃസംഘടനാ നടപടികൾക്ക് നേതൃത്വം നൽകി. ഫൈസൽ ചെറുവണ്ണൂർ സ്വാഗതവും അബ്ദുള്ള രണ്ടത്താണി നന്ദിയും പറഞ്ഞു. മലയാളം മിഷൻ ആഗോളതലത്തിൽ നടത്തിയ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ ബഹ്റിൻ ചാപ്റ്ററിൽ നിന്നും പങ്കെടുത്ത അർജുൻ രാജ് ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനവും ഇഷ ആഷിഖ് സബ് ജൂനിയർ വിഭാഗത്തിൽ 3ാം സ്ഥാനവും നേടി. ഇരുവരും ബഹ്റിൻ കേരളീയ സമാജം പാഠശാലയിലെ കണിക്കൊന്ന പഠിതാക്കളാണ്. ഡോക്ടർ മ്യൂസ് മേരി ജോർജ്, പ്രൊഫസർ VN മുരളി, ഡോക്ടർ വിനീത P എന്നിവരായിരുന്നു വിധി നിർണയ സമിതി അംഗങ്ങൾ. ഫെബ്രുവരി 21 തിരുവനന്തപുരത്ത് നടത്തുന്ന മലയാണ്മയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് മലയാളം മിഷനെ പ്രതിനിധീകരിച്ച് ചാപ്റ്റർ പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും സെക്രട്ടറി ബിജു M സതീഷും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. UDF RMPIയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റിൻ കേരളീയ സമാജത്തിൽ വെച്ച് ഫെബ്രുവരി 22 നടത്തുന്ന ഹൃദയം 2025 മുന്നോടിയായി സ്വാഗത സംഘം ചേർന്നു. KMCC ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ശ്രീജിത്ത് പനായി സ്വാഗതം പറഞ്ഞു. UDF കോഴിക്കോട് ജില്ലാ ചെയർമാൻ ഷാജഹാൻ പരപ്പംപോയിൽ അധ്യക്ഷത വഹിച്ചു. OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ഉദ്ഘാടനം ചെയ്തു. KMCC ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം തുടങ്ങിയവർ സംസാരിച്ച പരിപാടിക്ക് ഹൃദയം 2025 ചെയർമാൻ KC ഷമീം, കൺവീനർ PK ഇഷാഖ് എന്നിവർ നേതൃത്വം നൽകി. സജിത് വെള്ളിക്കുളങ്ങര നന്ദി രേഖപ്പെടുത്തി. ബഹ്റിൻ KMCC കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി വയനാട് മുട്ടൽ യത്തീംഖാനയിലേക്ക് 5 ലക്ഷം രൂപയുടെ വസ്ത്രങ്ങൾ നിയോജക മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി സഹീർ വല്യാപ്പള്ളി, സെക്രട്ടറി ജമാൽ കല്ലുംപുറം എന്നിവർ ചേർന്ന് WMO മുട്ടൽ മാനേജർ മുജീബ് ഹൊയ്സിക്ക് കൈമാറി. ചടങ്ങിൽ WMO അഡ്മിനിസ്ട്രേറ്റർ ഹമീദ് M, സദർ മുഅല്ലി മുഹമ്മദ് അലി അസ്നി, അബൂബക്കർ കളങ്ങാടൻ, ആഷിഖ് അമ്പലവയർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സൈറോ അക്കാദമിയുമായി ചേർന്ന് 4 ആഴ്ചയായി കുട്ടികൾക്ക് വേണ്ടി സിഞ്ചിലെ അൽ അഹലി ഗ്രൗണ്ടിൽ നടത്തിവരുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാൻ ഡോക്ടർ ഫൈസൽ സമാപന സെഷൻ ഉദ്ഘാടനം ചെയ്തു. RJ നൂർ മുഖ്യാതിഥിയായിരുന്നു. ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, ചെമ്പൻ ജലാൽ, നിസാർ കൊല്ലം, സുഹൈൽ മേലടി, മിറാഷ് തുടങ്ങിയവർ സംസാരിച്ചു. മുംന സ്വാഗതവും നൂർദ്ദീൻ ഷാഫി നന്ദിയും പറഞ്ഞു.